എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നല്ല കൂട്ടുകാരന്മാരുണ്ടോ? ഞാൻ നിങ്ങൾക്കൊരു കൂട്ടുകാരനെ പറഞ്ഞു തരാ. ചെറുപ്പക്കാരാ, വാഴ കേൾക്കാൻ ഓടി വന്ന പെങ്ങള്, ഒരിക്കലും ചതിക്കാത്ത ഒരു കൂട്ടുകാരനെ പറഞ്ഞു തരാ. ആ കൂട്ടുകാരൻ ആരെന്നറിയോ? നിന്റെ കൂടെ ഇപ്പോഴും നടക്കുന്നുണ്ട് പെങ്ങള്. എന്റെയും നിങ്ങളുടെയും കൂടെ ഇപ്പോഴും ഈ വാഴന്റെ മജ്‌ലിസിലുണ്ട്. ഇപ്പോഴും നിന്റെ കൂടെ നടക്കുകയാണ്. നമ്മൾ പരിചയപ്പെടേണ്ടത് ആരെയാണെന്നറിയോ? ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആരെയാ? പരിചയപ്പെടേണ്ടത് ആരെയാ? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഞാനും നിങ്ങളും അല്ലാഹുവേ ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ആരെയാണ് കണ്ടതെന്നറിയോ? ജീവിതത്തിൽ ആദ്യമായിട്ട് നമ്മൾ ആരെയാ കണ്ടത്? നമ്മൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്നു 4 മാസം പ്രായമായപ്പോ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്തൊരു മലക്ക് കടന്നു വരികയാണ്. ഒരു മലക്ക് ഉമ്മാടെ വയറ്റിലേക്ക് കടന്നു വരികയാണ്. ആ മലക്കാണ് നിനക്ക് റൂഹ് ഊതിയത്. ആ മലക്കാണ് നിനക്ക് റിസ്ക് എഴുതിയത്. ആ മലക്കാണ് നിന്റെ മരണം എഴുതിയത്. എല്ലാ കാര്യങ്ങളും കബദാൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ മലക്ക് വന്ന് എഴുതിയിരിക്കുകയാണ്. ആ മലക്കിനെ അവിടെ നിന്ന് കാണാൻ തുടങ്ങിയതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ജനിച്ച കാലം മുതൽ നമ്മുടെ ചുമലുകളിൽ 2 മലക്കുകൾ കയറിയിരിക്കുകയാണ്. 38 കൊല്ലമായിട്ട് ഒരു നിമിഷം പോലും ഈ സിറാജിനെ പിരിയാതെ എന്റെ കൂടെ നടക്കുന്നത് എന്റെ ചുമലിൽ ഇരിക്കുന്ന മലക്കുകളാ. ഞാൻ ഉറങ്ങിയാലും അവരുറങ്ങാറില്ല. ഞാൻ എന്ത് ചെയ്താലും അവരെന്നെ വിട്ടു പിരിയാറില്ല. 38 കൊല്ലമായിട്ട് ഒരു നിമിഷം പോലും ഈ വഅദ് പറയുന്ന സമയത്ത് പോലും എന്റെ 2 ചുമലിലും 2 മലക്കുകൾ ഇരിക്കുകയാണ്. അവരൊരു നിമിഷം പോലും എന്നെ വിട്ടു പിരിയാറില്ല. റബ്ബേ, ഇനി സിറാജും മരിക്കാൻ കിടക്കുമ്പോ എടോ നമ്മുടെ ചുമലിരിക്കുന്ന മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവേ, നമ്മൾ ആ മലക്കുകൾ നമുക്ക് തരുന്ന പ്രതിഫലം എന്താണ്? നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ആ മലക്കുകൾ നമ്മുടെ ചാരത്ത് വരികയാണ്. എന്നിട്ട് പറയുകയാ, അതാ മലക്കുകൾ നമ്മുടെ ചാരത്ത് വന്നിട്ട് നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളോട് പറഞ്ഞു തരികയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറഞ്ഞു തരികയാ. വാപ്പയല്ല, ഉമ്മയല്ല, ഭാര്യയല്ല, മക്കളല്ല, കൂടപ്പറപ്പല്ല, കുടുംബക്കാരനല്ല, കൂടെ പഠിച്ചവനല്ല, അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. ആ മലക്കുകൾ നിനക്ക് ശഹാദത്ത് കലിമ പറഞ്ഞു തരികയാണ്. നീ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാ പടച്ചവനെ ആദ്യം കരയുന്നത് ആരാണെന്നറിയോ? നമ്മുടെ ചുമലിരിക്കുന്ന മലക്കുകൾ കരയുകയാ. നമ്മുടെ ചുമലിലിരിക്കുന്ന മലക്കുകൾ കരയുകയാ. ആ മലക്കുകൾ പടച്ചവനെ സിറാജ് എന്നെ വിട്ട് പിരിഞ്ഞല്ലോ അല്ലാഹ്. മലക്കുകൾ കരയുകയാണ്, മലക്കുകൾ കരയുകയാണ്. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ കരയുന്നത്? സിറാജുമായി പിരിഞ്ഞല്ലോ പടച്ചവര്. ഒരു നല്ല കൂട്ടുകാരനായിരുന്നു തമ്പുരാന്. ഞങ്ങൾ പിരിയുകയാണ് പടച്ചവന്. മനസ്സു വരുന്നില്ല അല്ലാഹ്, മനസ്സു വരുന്നില്ല അല്ലാഹ്. ഈ വലതുതോളിലും ഇടത് തോളിലും ഇരിക്കുന്ന മലക്കുകളെ കരയുകയാണ്. അല്ലാഹു മലക്കുകളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് പിരിയാൻ കഴിയില്ല? നിങ്ങൾ അത്രയും നല്ല ചങ്ങാതിമാരാണോ? നിങ്ങൾക്ക് പിരിയാൻ കഴിയുന്നില്ല എങ്കിൽ അല്ലാഹു പറയുകയാ, നിങ്ങൾ പിരിയണ്ട. അതാ ദുനിയാവിലിരുന്ന് ഇബാദത്ത് ചെയ്യ്. നിങ്ങൾ ദുനിയാവിലിരുന്ന് ഇബാദത്ത് ചെയ്യ്. ആർക്ക് വേണ്ടി? നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി. ഞാനും നിങ്ങളും മരിച്ചു പോയാലും
നമ്മുടെ കൂടെ നടക്കുന്ന മലക്കുകൾ നമുക്ക് വേണ്ടി ഖിയാമത്ത് നാൾ വരെ ഇരുന്ന് ഇബാദത്ത് എടുക്കുകയാ. അതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരുമെന്ന് ഹദീസ് പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പെങ്ങന്മാരോട് പറയുകയാ, ആരെയാണ് കൂട്ടുകാരാക്കേണ്ടതെന്നറിയോ? അല്ലാഹുവേ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ സൈന്യമായ ആ അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളെ കൂട്ടുകാരാക്കിയ പെരുവഴിയിലെ കളയില്ലടാ ചെറുപ്പക്കാരോ. പ്രയാസമുണ്ടാകുമ്പോ നിന്നെ ഒറ്റപ്പെടുത്താറില്ല. പെങ്ങളെ, കബറിനകത്ത് കൂടെ വരുമ്പോള് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് കിടക്കുമ്പോഴും ദുനിയാവിലിരുന്ന് നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം നിന്റെ കബറിലേക്ക് ആ മലക്കുകൾ നിനക്ക് ഹദിയ ചെയ്യുകയാ. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തും അവര് കടന്നു വരികയാണ്, സിറാത്തിലും അവര് കടന്നു വരികയാണ്. സ്വർഗം വരെ ആ മലക്കുകൾ നിന്റെ കൈപിടിച്ച് കൊണ്ടുപോകുമെന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഈ സദസ്സിലിരിക്കുന്ന ചില വിവിഐപികളെ ഞാൻ പറഞ്ഞു തരാ. ഈ സദസ്സിലിരിക്കുന്ന ചില വിവിഐപികളെ ഞാൻ പറഞ്ഞു തരാ. ഈ നാട്ടുകാർക്ക് മുഴുവനും നിന്നെ അറിയണമെന്നില്ല. എന്നാൽ ഈ സദസ്സിലിരിക്കുന്ന ചില വിവിഐപികളുണ്ട്. അവരുടെ പേരെന്താണ്? അവരുടെ ശബ്ദമേതാണ്? അവരുടെ വീടേതാണ്? ഈ സദസ്സിലിരിക്കുന്ന ചിലര് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നല്ല പരിചയമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ചിലരെ ചിലപ്പോൾ നിങ്ങൾക്കറിയില്ലായിരിക്കും, ഈ നാട്ടുകാർക്ക് അറിയില്ലായിരിക്കും. ഈ സദസ്സിലിരിക്കുന്ന ചിലരുടെ പേര്, അവരുടെ വീട്, അവരുടെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് അറിയാം. നിന്റെ പേര് ചോദിച്ച മലക്കുകൾ വരെ പറയും എനിക്കറിയാമെന്ന്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എടോ, ഈ നാട്ടുകാരോട് നിന്റെ പേര് ചോദിച്ചാൽ അറിയണമില്ല, നിന്റെ വീട് ചോദിച്ചാൽ അറിയണമെന്നില്ല, നിന്റെ ശബ്ദം കേട്ടാൽ അറിയണമെന്നില്ല. പക്ഷെ അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള ചില വിവിഐപികൾ ഈ കൂട്ടത്തിലുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ മലക്കുകളുടെ കൂട്ടുകാരാരാ? സഹോദരി, നീ നിന്റെ കൂട്ടുകാരെയൊക്കെ വിട്. എന്നിട്ട് നിന്നെ മലക്കുകൾക്ക് അറിയുമോ എന്ന് നീ ചിന്തിക്ക്. നിന്റെ ശബ്ദം പോലും മലക്കുകൾക്ക് അറിയാം. നിന്റെ ശബ്ദം പോലും നീ ദുആ ചെയ്യുമ്പോ മലക്കുകൾ അല്ലാഹുവോട് പറയും, ഇന്ന ആളാണ് ദുആ ചെയ്യുന്നത്, ഖദീജയാണ്, ആയിഷയാണ്, ഫാത്തിമയാണ്, ആമിനയാണ്, നഫീസയാണ്, സ്വീകരിക്കണേ അല്ലാഹ് എന്ന് മലക്കുകൾ അല്ലാഹുവിനോട് പറയും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുള്ള ആളാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നബിതങ്ങളും ജിബ്രീലും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലൂടെ ഒരു സ്വഹാബി ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവേ, മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, അബൂദർ എന്ന് പറയുന്ന പാവപ്പെട്ടവനായ സ്വഹാബി നബിതങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോവുകയാണ്. അബൂദർ ചിന്തിച്ചു, നബിതങ്ങൾ എന്തോ വലിയ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തോ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയിൽ കയറി സലാം പറയണ്ട. അല്ലാഹുവിന്റെ റസൂല് ഒരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ എന്തോ വലിയ ചർച്ച നടക്കുകയാണ്, ഇടയിൽ കയറി സലാം പറഞ്ഞു പ്രയാസപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ട് അബൂദർ റളിയല്ലാഹു തആല മിണ്ടാതെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലൂടെ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി മിണ്ടാതെ നടന്നു പോകുമ്പോ അതാ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ
പോകുന്നത് അബൂദറല്ലേ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ, സലാം പറഞ്ഞില്ലല്ലോ നബിയേ, സലാം പറഞ്ഞില്ലല്ലോ നബിയേ. അബൂദർ സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. നബി തങ്ങൾ അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. ജിബ്രീലേ, നിനക്ക് എങ്ങനെ അറിയാം ആ പോകുന്നത് അബൂദറാണെന്ന്, ആ സ്വഹാബിയുടെ പേര് അബൂദറാണെന്ന് നിനക്ക് എങ്ങനെ അറിയാ ജിബ്രീല്? എന്റെ അബൂദറിനെ നിനക്കറിയുമോ ജിബ്രീൽ? എന്റെ അബൂദറിനെ നിനക്ക് പരിചയമുണ്ടോ ജിബ്രീൽ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ അത്ഭുതത്തോടെ ചോദിക്കുകയാ, എങ്ങനെയാണ് എന്റെ അബൂദറിനെ പരിചയമുള്ളത്? മദീനക്കാർക്ക് പോലും ആ സ്വഹാബിയെ വലിയ പരിചയമില്ല. മദീനക്കാർക്ക് പോലും വലിയ പരിചയമില്ലാത്ത അബൂദർ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ നോക്കിയിട്ടാണ് ജിബ്രീൽ ചോദിക്കുന്നത്, സലാം പറഞ്ഞില്ലല്ലോ നബിയേ, സലാം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കുമായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിച്ചു, നിനക്ക് എങ്ങനെ അറിയാ എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെ അറിയാ? യാ റസൂലല്ലാഹ് ഇന്നഹു ലഫീ നബി തങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ് മുത്തി നബിയേ, ദുനിയാവിലെ ജനങ്ങൾക്ക് അബൂദറിനെ അറിയില്ലെങ്കിലും ഏഴാകാശത്തിലുള്ള ഏതു മലക്കിനോട് ചോദിച്ചാലും ഈ അബൂദറിന്റെ പേര് പറയും നബിയേ. എല്ലാ മലക്കുകൾക്കും പരിചയമാ, എല്ലാ മലക്കുകൾക്കും അറിയാ, എല്ലാ മലക്കുകൾക്കും അറിയാ. ഏത് മലക്കിനോട് ചോദിച്ചാലും ഈ അബൂദറിന്റെ പേര് പറയും നബിയേ. ആ മലക്കുകളുടെ ലോകത്തിലെ വിവിഐപിയാ എന്ന് പറയുന്ന സ്വഹാബി നബി തങ്ങളുടെ മുമ്പിലൂടെ നടന്നു പോവുകയാ. നബി തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും, ജിബ്രീൽ മനുഷ്യന്റെ രൂപത്തിലാവന്ന് അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അബൂദർ റളിയല്ലാഹു തആല നടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് ഉസ്താദ്, അദ്ദേഹത്തിന് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ, ഉസ്താദ് ഇങ്ങനെ വലിയ എന്തോ ഒരു ചർച്ച നടക്ക കമ്മിറ്റിക്കാരുമായിട്ട്. അപ്പോഴാ നീ ഇങ്ങനെ നടന്നു പോണ, നീ വിചാരിച്ചു അല്ലാ എന്തിനാ ഇടയ്ക്ക് ഒരു സലാം പറയണേ എന്ന് കരുതിയിട്ട് നീ മിണ്ടാതെ നടന്നു പോകുന്നു. അബൂദർ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്ക, ആ പോണത് അബൂദറല്ലേ നബിയെ? ആ പോകുന്നത് അബൂദറല്ലേ? സലാം പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മടക്കിയാണ് നബിയെ. നബി തങ്ങൾ ചോദിക്കുന്നു, നിനക്ക് എങ്ങനെ അറിയാ അത് അബൂദറാണെന്ന്? ഇങ്ങനെ നിങ്ങൾ തമ്മിലുള്ള പരിചയം എങ്ങനെ? അപ്പോഴാ പറയുന്നത്, നബിയെ, ഏഴാകാശത്തിലുള്ള ഏതും മലക്കിനോട് ചോദിച്ചാലും ഈ ചങ്ങാതിയുടെ പേര് പറയും. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, മലക്കുകളുടെ ലോകത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഏത് മലക്കിനോട് ചോദിച്ചാലും പറഞ്ഞു തരും നബിയേ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് മുഴുവനും പരിചയമുള്ള സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് അബൂദറിനെ പരിചയപ്പെടാനുള്ള കാരണം എന്താണ്? എല്ലാ മലക്കുകളും അബൂദറിനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മലക്കുകൾക്ക് ഇഷ്ടമുള്ള ഒരു സ്വഭാവമുണ്ട് നബിയേ. അല്ലാഹുവിന്റെ മലക്കുകൾക്ക് ഇഷ്ടമുള്ള ഒരു സ്വഭാവമുണ്ട്. പടച്ചവനെ, നബി തങ്ങൾ ചോദിക്കുകയാ, എന്ത് സ്വഭാവമാണ് ഈ പറയുന്ന ഒരു സ്വഭാവം? ആർക്കാവുള്ളത്? പെങ്ങളെ, ഈ പറയുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ മോള്? എങ്കിലും നിന്നെ ജിബ്രീലിനറിയാ, മീകായിലിനറിയാ, ഇസ്രാഫീലിനറിയാ, അസ്റായിലിനറിയാ. ഏത് മലക്കിനോട് ചോദിച്ചാലും നിന്റെ പേര് പറയും പെങ്ങള്. എടാ ചെറുപ്പക്കാരാ, സ്വർഗത്തിന്റെ കാവൽക്കാരനായ റിദ്വാൻ എന്ന് പറയുന്ന മലക്കിനറിയാം നിന്റെ പേര്. ആ സ്വഭാവം ഏതെന്നറിയോ? അബൂദർ എന്ന് പറയുന്ന സ്വഹാബിക്കുണ്ടായിരുന്ന സ്വഭാവം എന്തെന്നറിയോ? വല്ലാത്ത പരിത്യാഗിയായ സ്വഹാബിയാ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുടെ പ്രത്യേകത എന്തെന്നറിയോ? ദുനിയാവിനോട് വല്ലാത്ത വെറുപ്പായിരുന്നു, ദുനിയാവിനോട് വല്ലാത്ത വെറുപ്പായിരുന്നു. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനോട് വല്ലാത്ത ആർത്തിയായിരുന്നു. പടച്ചവനെ,
ദുനിയാവ് വലിച്ചെറിഞ്ഞിടോ, ദുനിയാവ് വലിച്ചെറിഞ്ഞിടോ. എന്നിട്ട് ആഖിറത്ത് സ്വീകരിക്കാൻ തയ്യാറായി. ദുനിയാവ് വലിച്ചെറിഞ്ഞിട്ട് ആഖിറത്ത് ഇഷ്ടപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ മലക്കുകളെ പെട്ടെന്ന് സ്നേഹിച്ചടോ. എന്നാ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് ദുനിയാവ് മതി, നമുക്ക് ദുനിയാവ് മതി, ആഖിറം വേണ്ടടോ. മരണം എവിടെ പോയാലും, ഏത് വഅദിന് പോയാലും മരണവും ഖബറും നരകവും പരലോകവും സിറാത്തും മീസാനും ഇതല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. എത്രയോ നല്ല നല്ല വിഷയങ്ങൾ കിടക്കുന്നു. ഇവിടെ ചെന്നാല് ഖബറ്, മരണം, നരകം ഇതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. പേടിയാടോ, നമുക്കത് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലടോ. നമ്മൾ മരണ വീട്ടിൽ പോലും പോകാത്തവരാണ്. കാരണം നമുക്ക് വെറുപ്പാടോ, നമുക്ക് വെറുപ്പാടോ. നമുക്ക് വേണ്ടത് ദുനിയാവാട്. ദുനിയാവ് വെട്ടിപ്പിടിക്കണം, ഒരുപാട് പണമുണ്ടാക്കണം, ആസ്വദിച്ച് നടക്കണം, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഇന്നത്തെ ചെറുപ്പക്കാര് പറയുന്നത് ഉസ്താദേ ജീവിതം ആസ്വദിക്കാനുള്ളതാ, നിങ്ങൾ പറയുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല. എവിടെയോ സ്വപ്നലോകത്താ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. സ്വർഗമുണ്ടെന്നും മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്നൊക്കെ പറയുന്നല്ലോ ഉസ്താദേ. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ മാറില്ല ഉസ്താദ്, എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ മാറില്ല ഉസ്താദ് എന്ന് പറഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരാ, പെങ്ങളെ, ആരാ പറഞ്ഞത് ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന്? ജീവിതം ആസ്വദിക്കാനുള്ളതെന്ന് ആരാ നിനക്ക് പറഞ്ഞു തന്നത്? ഒരിക്കലും ചിന്തിക്കല്ലേ പെങ്ങള്. അല്ലാഹു നിന്നെ സുഖിക്കാനല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കാനല്ലടാ. കണ്ണുകുടിച്ച്, കഞ്ചാവടിച്ച്, പെണ്ണ് പിടിച്ച്, സുഖിച്ച്, ആസ്വദിച്ച്, ഇഷ്ടമുള്ളത് തിന്നും കുടിച്ചും ആസ്വദിച്ചും നടക്കാനല്ല. നിനക്കൊക്കെ തോന്നിയതുപോലെ നടക്കാനല്ല എന്റെ പെങ്ങള്. ഔറത്ത് മറക്കാതെ നിനക്കൊക്കെ ഫർദ ഇട്ടുകൊണ്ട് ഏതു പേക്കൂത്തും കാണിച്ചിട്ട് എങ്ങനെയും നടക്കാമെന്ന് നീയൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അല്ലാഹു പറയുന്നു, നിന്നെയൊക്കെ ഞാൻ പടച്ചിരിക്കുന്നത് അതിനു വേണ്ടിയല്ല. ഞാൻ പറയുന്നത് അനുസരിക്കണം. നീയൊക്കെ എന്റെ അടിമകളാണ്. എടാ സിറാജ്, നീ എന്റെ അടിമയാടാ. അല്ലാഹു എന്നോട് പറയുന്നു, നീ എന്റെ അടിമയാണെന്ന്. നിന്നെ ഞാൻ പടച്ചിരിക്കുന്നത് ഞാൻ പറയുന്നത് പോലെ ജീവിക്കാരാ. ഞാൻ പറയുന്നതേ നീ തിന്നാവോ, ഞാൻ പറയുന്നതേ നീ കുടിക്കാവോ, ഞാൻ പറയുന്നതേ നീ ധരിക്കാവോ, ഞാൻ പറയുന്നതേ നീ ചെയ്യാവോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അതിരുകൾ വെച്ചിരിക്കുകയാണ്. അല്ലാഹു പറയുന്നത് പോലെ വേണം ജീവിക്കാൻ. യജമാനം പറയുന്നത് പോലെ വേണം അടിമ ജീവിക്കാൻ. അല്ലാതെ പടച്ചവനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ, അഹങ്കാരികളെ പോലെ അല്ലാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് ആ പടച്ചവനെ പുറങ്കാല് കൊണ്ട് ചവിട്ടിക്കെട്ട് നിനക്കൊക്കെ തോന്നിവാസികളെ പോലെ ജീവിക്കാനാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹമെങ്കിലോ ചെറുപ്പക്കാരാ. സിറാജേ, നീയൊക്കെ എത്ര തലകുത്തി കിടന്ന് വഅദ് പറഞ്ഞാലും ഞങ്ങള് മാറില്ല, ഞങ്ങള് മാറില്ല. മാറണ്ടടാ ചെറുപ്പക്കാരാ. ആസ്വദിച്ച് നടന്നോ മോനെ, ജീവിതം ആസ്വദിച്ച് നടന്നോ മോനെ. നീയൊക്കെ എങ്ങനെ വേണമെങ്കിലും നടക്കടാ ചെറുപ്പക്കാരാ. എന്റെ വഅദുകൾ കാമെന്ന പെങ്ങള്, ഇന്ന് ഫർദ നിനക്കൊരു കേവലം ഒരു മറയാ പൊന്നുമോള്. പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഇന്ന് ഫർദ മറയാടോ. ഈ ഫർദ ഇട്ടുകൊണ്ട് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് കാണിക്കുന്നത്. കണ്ടാ സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ജീവിതമാണ് എന്റെ ചെറുപ്പക്കാരാ. കള്ളുകുടിക്കാര്, കഞ്ചാവടിക്കാര്, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ ഭയമില്ലടാ മോര്. കുറ്റിവീടി വലിക്കുന്നത് പോലെ വലിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാ. ഉസ്താദേ, നിങ്ങളൊന്ന് വലിച്ചു നോക്ക്. എന്തൊരു രസമാണെന്നറിയോ, എന്തൊരു സുഖമാണെന്നറിയോ. എടാ വേണ്ടടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുന്നു, ജീവിതം ആസ്വദിക്കാനുള്ളതല്ല, ജീവിതം സുഖിക്കാനുള്ളതല്ല. ഞങ്ങളൊക്കെ നരകമുണ്ടെന്ന് പറയുമ്പോ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നു, എവിടെയാ നരകമിരിക്കുന്നത്? സിറാജേ, ആകാശത്തിന്റെ മുകളിലാണോ, ഭൂമിയുടെ
ഭൂമിയുടെ അടിയിലാണോ അതോ കടലിലാണോ? എവിടെയാ സിറാജേ അല്ലാഹു നരകം പടച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, വിശ്വാസം വരുന്നില്ലേടാ മോനെ? ചെറുപ്പക്കാരാ, നിസ്കരിക്കാൻ പറയുമ്പോ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോ നിങ്ങൾക്കൊക്കെ വിശ്വസിക്കാമല്ലാത്ത മടിയാണ്. കളിയാക്കുകയല്ലേ, പരിഹസിക്കുകയല്ലേ? എങ്കിലും ബുദ്ധി കൂടി എന്റെ ചെറുപ്പക്കാരനോട് ചോദിക്കട്ടെ, ഒരുപാട് വ്യത്യാസമുള്ള പെങ്ങള്, നരകം എവിടെയാണെന്ന് കാണണോ മോളെ? അല്ലാഹുവിന്റെ നരകം നിനക്കൊക്കെ കാണണോ? എങ്കിലും കൊണ്ടുവരുവടി പൊന്നുമോള്. നിന്റെ കണ്ണിന്റെ ഉള്ളില് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ. കാണുമടാ ചെറുപ്പക്കാരാ. എന്റെ യുവത്വത്തോട് പറയുകയാണ്, 3000 കൊല്ലം അല്ലാഹു കത്തിച്ച ഭയാനകമായ നരകമുണ്ടല്ലോ. ആ നരകത്തെ അല്ലാഹു നിന്റെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവരുമടാ ചെറുപ്പക്കാരാ. എപ്പോഴാണെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക്, സൂർ എന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മോതുന്ന ഒരു ദിവസമുണ്ടടാ പൊന്നുമോര്. അന്ന് വെങ്കര പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നീയൊക്കെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ട്. പട്ടിയുടെ കോലത്തിൽ, പന്നിയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മൃദുമലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, മലദ്വാരത്ത് കുടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ പേപ്പട്ടിയെ പോലെ നാക്കിങ്ങനെ നീട്ടിയിട്ട് കടന്നു വരുന്നവർ, 2 നാവുമായി കടന്നു വരുന്നവർ, പൊഴുത്തു നാറിയവരെ പോലെ ദുർഗന്ധമടിക്കുന്ന കോലത്തിൽ കടന്നു വരുന്നവർ, ഇതുപോലെ ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരും പെങ്ങള്. അന്ന് നിന്റെ മുഖത്ത് വല്ലാത്ത ഭയമാ, നിനക്ക് വല്ലാത്ത പേടിയാ. നിന്റെ തല പോലും ഒന്ന് ഉയർത്തി നോക്കാൻ നിനക്ക് ഭയമുള്ള ദിവസമാ. അങ്ങനെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ചൂടെടുക്കുന്നോ ചെറുപ്പക്കാരാ? ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ സങ്കടപ്പെടുന്ന ഉമ്മ, ഇതൊക്കെ വിയർപ്പാണോ ഉമ്മ? എന്റെ ചെറുപ്പക്കാരാ, ചൂടാണോ മോനെ? 11:45 അതാ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ആ സൂര്യൻ അസ്തമിച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ടും നിനക്ക് ചൂടാ, വിയർപ്പാ. സുബ്ഹാനല്ലാഹ്, ചൂടുള്ള നാളുണ്ടേ ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വന്തോഷ വണ്ടിയോ ആയി വരുന്നേ കാള. ക്ഷീണത്തിനാലുലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. നാളെ നിന്റെ ഉമ്മ ചോറ് വെക്കുമ്പോ അടുക്കളയിൽ പോകണേ ചെറുപ്പക്കാരാ, പോകണേ പെൺകുട്ടികള്. നിന്റെ ഉമ്മ നാളെ വീടിന്റെ അടുക്കളയിൽ ഇരുന്ന് ചോറ് വെക്കുമ്പോ ആ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളയ്ക്കുകയാണ്. അതിങ്ങനെ മുകളിലൂടെ വെളിയിലേക്ക് ഇങ്ങനെ വീഴുകയാണ്. ഇങ്ങനെ കാണുന്ന ഉമ്മ, നാളെ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസറ. അല്ലാഹുവിന്റെ കോടതിയിലെ ഞാനും നിങ്ങളും പേടിച്ച് വിറച്ചവരെ പോലെ ഉടുതുണിയില്ലാതെ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. വാപ്പയില്ല, ഉമ്മയില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, കൂടപ്പറപ്പില്ല, ഒരാളും സഹായിക്കാനില്ലാതെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും പേടിച്ച് വിറച്ചു നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിനോട് ജിബ്രീൽ വിളിച്ചു പറയുന്നു, മാലിക്കേ, നരക
നരകത്തെ കൊണ്ടുവാ മാലിക്, നരകത്തെ കൊണ്ടുവാ മാലിക്. അല്ലാഹുവേ, കടലിൽ കിടക്കുന്ന വള്ളം വലിച്ചെടുക്കുന്നത് പോലെയല്ലടാ ചെറുപ്പക്കാരാ, 70,000 ചങ്ങല എടുത്തുകൊണ്ടുവരികയാ. 70,000 ചങ്ങല എടുത്തുകൊണ്ടുവന്ന നരകത്തെ അങ്ങ് കെട്ടുമടാ പൊന്നുമോരേ. പെങ്ങളെ, ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ, കൊളുത്തുകൾ ചേർത്ത് വെച്ചല്ലേ ചങ്ങല ഉണ്ടാക്കുന്നത്. ആ ചങ്ങലയിലെ കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയോ? അല്ലാഹുവിന്റെ നരകം വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ കൊളുത്തിന്റെ വലുപ്പം ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ. അങ്ങനെയുള്ള ചങ്ങലകൾ കൊണ്ട് കെട്ടിയ 70,000 ചങ്ങല കൊണ്ട് നരകത്തെ കെട്ടുകയാണ്. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള് കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നരകം കൊണ്ടുവരുമ്പോ കാണും ചെറുപ്പക്കാരാ, കാണും പെങ്ങള്, അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ദുനിയാവ് വലിച്ചെറിയടാ മോനെ, ആഗ്രഹങ്ങൾ വലിച്ചെറിയടാ മോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുടെ സ്വഭാവം എന്തെന്നറിയോ? ദുനിയാവിനോട് വെറുപ്പാണ്. ആ സ്വഹാബിക്ക് പണം വേണ്ട, ആ സ്വഹാബിക്ക് അധികാരം വേണ്ട, ആ സ്വഹാബിക്ക് ആരുടെ മുമ്പിലും വലിയവനാകണ്ട, ഒരു സ്ഥാനമാനത്തിനോടും ആഗ്രഹമില്ല, കൊട്ടാരം പണിയണമെന്നുള്ള മോഹമില്ല, ഒരുപാട് തിന്നണം, ഒരുപാട് കുടിക്കണം, ഒരുപാട് ധരിക്കണം, ആ സ്വഹാബിയുടെ ചിന്തയല്ല. പടച്ചവനെ ഒന്നും കരുതി വെക്കാറില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കാറില്ല. കാരണം അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങി, നിങ്ങൾ നാളത്തേക്ക് വേണ്ടി കരുതി വെക്കാൻ പാടില്ല. പടച്ചവനെ, നിങ്ങൾ പണം കൂട്ടി വെക്കരുത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങിയപ്പോ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി തന്റെ സമ്പാദ്യം മുഴുവനും പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. എത്ര കിട്ടിയാലും വൈകുന്നേരം തികയ്ക്കാറില്ല. തന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അത് പാവങ്ങൾക്ക് കൊടുക്കുകയാണ്. പണം കൂട്ടിവെക്കുന്നവനെ ഇഷ്ടമല്ല. എന്ന് പറയുന്ന സ്വഹാബിക്ക് പണം കൂട്ടിവെക്കുന്നവരെ ഇഷ്ടമല്ല. വലിയ വീട് വെച്ച് കഴിഞ്ഞാൽ വലിയ വീടുള്ള സഹാബിയുടെ വീടിന്റെ മുറ്റത്ത് ചെന്നിട്ട് പറയും, എന്തിനാ ഇതൊക്കെ കൂട്ടിവെച്ചിരിക്കുന്നത്? നാളെ അല്ലാഹു നിന്റെ കഴുത്തിൽ തീയായത് തൂക്കും സ്വഹാബി. അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, ആരെങ്കിലും പൈസ കൊണ്ട് നടക്കുന്നത് കണ്ടാൽ അബൂദർ പിടിച്ചു വാങ്ങിയിട്ട് പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അവസാനം പരാതിയായി എല്ലാവരും നബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വല്ലാത്ത ഉപദ്രവമാ നബിയേ. വീടിന്റെ മുമ്പിൽ വന്ന് വഅദ് പറയുന്നു നബിയേ, ഞങ്ങളുടെ പൈസ പിടിച്ചു വാങ്ങിയിട്ട് പാവങ്ങൾക്ക് കൊടുക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂദർ, എന്തേ നീ ഇങ്ങനെ കാണിക്കുന്നത്? യാ റസൂലല്ലാഹ്, കൂട്ടിവെക്കരുതെന്ന് അല്ലാഹു പറഞ്ഞില്ലേ നബിയേ? നബിതങ്ങൾ മിണ്ടിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഭരണാധികാരിയായി. അപ്പോഴും അബൂബക്കറിന്റെ കാലഘട്ടത്തിലും അബൂദറിന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഉമർ തങ്ങളുടെ കാലഘട്ടത്തിലും അങ്ങനെയാണ്. ഉസ്മാൻ തങ്ങളുടെ കാലഘട്ടത്തിലും അങ്ങനെയാണ്. വല്ലാതെ പരാതി കൂടുകയാണ്. അവസാനം അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയെ ഉസ്മാൻ റളിയല്ലാഹു തആല ന്റെ കാലഘട്ടത്തിൽ അവിടെ നാട് കടത്തുകയാണ്. അങ്ങനെ ആരാരുമില്ലാതെ മരുഭൂമിയുടെ ഒരു ഭാഗത്ത് അബൂദർ റളിയല്ലാഹു തആല ഒരു ചെറിയ വീട് കെട്ടി താമസിക്കുകയാ. റബ്ബേ, പരിസരത്ത് പോലും ഒരാളുമില്ല, ഒരാൾ പോലും പരിസരത്തില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ഒറ്റയ്ക്ക് ജീവിക്കുകയാ. അവിടുത്തെ കുടുംബവുമായി കഴിയുകയാണ്. അവസാനം അവിടെ നിന്ന് മരണമെടുത്തപ്പോ ഇന്നത്തെ സഹോദരിമാര് പഠിക്കണേ, ഇന്നത്തെ ചെറുപ്പക്കാര് പഠിക്കണേ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബി എന്ത് ചെയ്തെന്നറിയോ? തന്റെ മക്കളെ വിളിച്ചിട്ട് പറയുന്നു, മക്കളെ, ഉപ്പാനെ വെറുക്കല്ലേ, ഉപ്പാനെ വെറുക്കല്ലേ. നിങ്ങൾക്ക്
നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുടെ കയ്യിലൊന്നുമില്ലായിരുന്നു. പടച്ചവനെ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുമ്പോ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയിരുന്ന് കരയുകയാ. അബൂദർ എന്ന് പറയുന്ന സ്വഹാബിയുടെ പ്രിയപ്പെട്ട ഭാര്യയിരുന്ന് കരയുകയാണ്. ഭർത്താവ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവിടെ കിടന്ന് കരയുമ്പോ അബൂദർ ചോദിക്കുന്നു, എന്തിനാ പെണ്ണേ നീ കരയുന്നത്? എന്തിനാ പെണ്ണേ നീ കരയുന്നത്? അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയോട് ചോദിക്കുമ്പോ അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാ ആരാ നിങ്ങളെ കുളിപ്പിക്കുന്നത്? ആരാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത്? പടച്ചവനെ, ആരാ നിങ്ങളുടെ മയ്യത്ത് പൊതിയുന്നത്? കഫം തുണി പോലുമില്ലല്ലോ. നിങ്ങളുടെ ജനാസ പൊതിയാൻ കഫം തുണി പോലുമില്ലല്ലോ. അല്ലാ, ആരാ അല്ലാ നിങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്നത്? ആരാ മയ്യത്ത് പൊതിയുന്നത്? ആരാണ് നിങ്ങളുടെ മയ്യത്ത് നിസ്കരിക്കുന്നത്? ആരാ നിങ്ങളെ കബറടക്കുന്നത്? പടച്ചവനെ, അതിന്റെ സങ്കടം കൊണ്ട് കരയുകയാണ്. അപ്പോഴാണ് അബൂദർ എന്ന് പറയുന്ന സ്വഹാബി പറയുകയാ, ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ ജനാസ നിങ്ങൾ വഴിയിൽ ഇറക്കി വെക്കണം, എന്റെ ജനാസ നിങ്ങൾ വഴിയിൽ ഇറക്കി വെക്കണം. അതാ അതാ ഉംറ കഴിഞ്ഞൊരു സംഘം വരുന്നത് കാണാ, ഉംറ കഴിഞ്ഞു വരുന്നവരെ കാണാ. നിങ്ങൾ അവരോട് പറയണം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, നബി തങ്ങളുടെ സ്വഹാബിയാ, കഫം തുണി പോലും പടച്ചവരെ കയ്യിലില്ലാത്ത സ്വഹാബിയാ. അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് എന്റെ ജനാസ പൊതിഞ്ഞിട്ട് കബറടക്കാൻ പറഞ്ഞാ മതി, ആള് വരുമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറയുകയാണ്. പടച്ചവനെ, 3 പെൺകുട്ടികളാണ്, 3 പെൺമക്കളാണ്. അബൂദർ എന്ന് പറയുന്ന സ്വഹാബികളുടെ ജനാസ എടുത്തു. ആ മക്കൾ കൊണ്ടുപോയി നടന്നു വരുന്ന വഴിയോരത്ത് കൊണ്ടുവെക്കുകയാണ്. പടച്ചവനെ, വാപ്പ പറഞ്ഞതുപോലെ ഒരു സംഘം വരികയാണ്. 30ഓളം വരുന്ന ഒരു സംഘം ഉംറ കഴിഞ്ഞ് കടന്നു വരികയാണ്. മഹാനായ സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു അതിന്റെ അമീറാണ്, അതിന്റെ അമീറാണ്. പടച്ചവനെ, ഈ പെൺകുട്ടികൾ മാറി നിന്നിട്ട് വിളിച്ചു പറയുന്നു, ഞങ്ങളുടെ വാപ്പയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ ഞങ്ങളുടെ വാപ്പയുടെ ജനാസയൊന്ന് പൊതിഞ്ഞിട്ട് നിങ്ങളൊന്ന് കബറടക്കണേ എന്ന് മാറി നിന്ന് വിളിച്ചു പറയുമ്പോ സൽമാൻ തങ്ങൾ ചിന്തിക്കുന്നു, അല്ലാ, ആരാ പടച്ചവനെ, ആരാ പടച്ചവനെ, കഫം തുണി പോലുമില്ലാത്ത പാവപ്പെട്ട ദരിദ്രനായ സ്വഹാബിയാരാ? മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ മഹാനായ അബൂദറിൽ ഗിഫാരി, പടച്ചവനെ, അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഈ സ്വഹാബിയാണ് മലക്കുകളെ സ്നേഹിച്ചിരുന്നത്. ഈ സ്വഹാബിയാണ് അല്ലാഹുവിന്റെ മലക്കുകൾ പരിചയമുണ്ടായത്. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, ദുനിയാവ് വലിച്ചെറിയടാ ചെറുപ്പക്കാരാ, അധികാരം വേണ്ട മോനെ, അധികാരം വേണ്ട മോനെ, കൊട്ടാരങ്ങൾ വേണ്ട മോനെ, ഒരുപാട് സമ്പത്ത് വേണ്ട മോനെ. നിങ്ങളെ നിനക്ക് വല്ലാത്ത ആർത്തിയാണ്, എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ, എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ. അതിനല്ലേടാ കൊച്ചുകുട്ടികൾക്ക് കഞ്ചാവ് വാങ്ങിക്കൊടുക്കുന്നത്, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നത്, കൊട്ടേശം പണിക്ക് പോകുന്നത്. പണമുണ്ടാക്കാനല്ലേ ചെറുപ്പക്കാരാ? ആർക്ക് വേണമടാ മോനെ? പണം കൊണ്ട് നിനക്കെന്ത് നേടാനാ പൊന്നുമോനെ? അല്ലാഹു നിശ്ചയിച്ചതല്ലാതെ ഒന്നും നിനക്കുണ്ടാകില്ലടാ. എന്തിനാ വാരിക്കൂട്ടുന്നത്? എന്തിനാണ്? ഹറാമിനോട് വല്ലാത്ത ആഗ്രഹമാണ്. വേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഒരു വീട്ടിൽ 2 പാവങ്ങൾ ചെയ്താ അവരുടെ ആയുസ് കുറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ
അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, രണ്ട് പാപം നിങ്ങളുടെ നാട്ടിലെ ഏത് വീട്ടിൽ നടക്കുന്നുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറയും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആ രണ്ട് പാപങ്ങളിൽപ്പെട്ട ഒരു പാപം ഹറാമായ സമ്പത്ത് ഏത് വീട്ടിലുണ്ടോ? ഈ പലിശ കച്ചവടം നടത്തുന്ന എവനെങ്കിലും ഇത് വാഴാറുണ്ടോ? പലിശ കച്ചവടം നടത്തുന്നവനില്ലേ, പിടിച്ചു പറിക്കുന്നവനില്ലേ, ഇവിടെ താൽക്കാലിക കാര്യങ്ങൾ നടക്കും, അത്രേ ഉള്ളൂ. നിന്റെ താൽക്കാലിക കാര്യങ്ങൾ നടക്കും, പുറത്തും പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിനക്ക് തിന്നാനുള്ള യോഗം ഉണ്ടാകില്ല. നിനക്കതുകൊണ്ട് ആസ്വദിക്കാനും സുഖിക്കാനും ഒന്നും നിനക്ക് അതിനുള്ള യോഗ്യത ഉണ്ടാകില്ല. എല്ലാം പോകും. നിന്റെ ആയുസ് അല്ലാഹു വെട്ടി കുറയ്ക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിനക്ക് സമ്പത്തിനോട് വല്ലാത്ത ആർത്തിയ എന്നറിയില്ല. പെണ്ണുങ്ങൾ തന്നെ, പെണ്ണുങ്ങൾക്ക് പണത്തിനോട് വല്ലാത്ത ആഗ്രഹം. ഇവിടെ ഹറാമും ഹലാലും ഒന്നും നോക്കാറില്ല. ഭർത്താവ് നല്ല മനുഷ്യനാ, ഭർത്താവിനെ കൊണ്ട് ജയിപ്പിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നബി തങ്ങൾ പെണ്ണുങ്ങളോട് ചോദിച്ചു, ഒരു സ്വർഗത്തിന്റെ അവകാശിയെ ഞാൻ കാണിച്ചു തരട്ടെ, ഒരു സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെ. എല്ലാരും ചോദിച്ചു, ആരാ നബിയെ? എല്ലാരും വിചാരിച്ചു ഞാനായിരിക്കും. എല്ലാ സഹാബി വനിതകളും വിചാരിച്ചു, എന്റെ പേര് പറയും, എന്റെ പേര് പറയും, എന്റെ പേര് പറയും. എല്ലാരും എന്റെ പേരെന്ന് നോക്കിയിരിക്കുക. അപ്പോഴാ നബി തങ്ങൾ പറയുന്നത്, അതുകൊണ്ട് ആ പോണ പെണ്ണില്ലേ, അതുകൊണ്ട് നടന്നു വന്നൊരു പെണ്ണില്ലേ, ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ നോക്കുമ്പോൾ ഒരു വിറക് വെട്ടുകാരന്റെ ഭാര്യ, വിറക് വെട്ടി ജീവിക്കണ ഒരു പാവപ്പെട്ടവന്റെ ഭാര്യയാണ് നടന്നു പോണേ. എല്ലാ പെണ്ണുങ്ങളും കൂടെ ഓടി ചെന്നിട്ട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ സ്വർഗത്തിലാണെന്ന്, നീ എന്ത് നന്മയാ ചെയ്യണേ? ഞാൻ നിസ്കരിക്കും, ഖുർആൻ ഓതും, ദിക്റുകൾ പറയും, സദഖ ഇതൊക്കെ ഞങ്ങളും ചെയ്യുന്നുണ്ട്. പെണ്ണുങ്ങൾ പറയും, ഇതിനേക്കാളും നീ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നീ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നീ സ്വർഗത്തിലാണെന്ന് നബിതങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ പെണ്ണിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് അവള് പറഞ്ഞു, എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുമ്പോ, എന്റെ ഭർത്താവ് വിറക് വെട്ടുകാരനാണ്, അദ്ദേഹം രാവിലെ മഴുവെടുത്തുകൊണ്ട് ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുമ്പോ ഞാൻ കൈ പിടിക്കും, ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് പറയും, വൈകുന്നേരം ഈ വീട്ടിലേക്ക് വരുമ്പോ ഹറാമായ ഭക്ഷണമോ ഹറാമായ പൈസയോ കൊണ്ടുവരാൻ പാടില്ല. ഭർത്താവ് ജോലിക്ക് ഇറങ്ങി പോകുമ്പോ ഭാര്യ ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് പറയാ, നിങ്ങൾ വൈകുന്നേരം ഈ വീട്ടിലേക്ക് വരുമ്പോ അല്ലാഹുവിനെ ഓർത്തിട്ട് ഹറാമായ 5 നയാ പൈസ ഈ വീട്ടിൽ കൊണ്ടുവരരുത്, ഹറാമായ പൈസ കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണവും കൊണ്ടുവരരുത്. പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറായി, എനിക്കും എന്റെ മക്കൾക്കും ഹറാമ് തരാൻ പാടില്ല എന്ന് ഭർത്താവിന് ഓർമ്മപ്പെടുത്തുമായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ഭാര്യ പറയാ, ഹറാമായ സമ്പത്തും ഹറാമായ ഭക്ഷണവും ഈ വീട്ടിൽ കൊണ്ടുവരരുത്, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറായി, അല്ലാഹുവിനെ ഓർത്തിട്ട് ഞങ്ങളെ തെറ്റിക്കരുത് എന്ന് ഭർത്താവിനോട് ഹറാമിനെ കുറിച്ച് പെണ്ണ് ഓർമ്മപ്പെടുത്തുമായിരുന്നു. അതുകൊണ്ടാ സ്വർഗം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഭാര്യ അവൾക്ക് പൈസ മതി, എവിടെ നിന്ന് പോലും ചോദിക്കാറില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് ലോൺ എടുത്തിട്ടോ എന്ത് കണക്കില്ല, അവൾക്ക് വേണ്ടത് കൊടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആര് പറഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും ഒരു ഭാര്യ നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ഭർത്താവിന്റെ കൈ പിടിച്ചിട്ട് പറയും, ഭർത്താവിന് എന്താ വിളിക്കണേ, മാപ്പിള ചീത്ത വിളിക്കാതിരുന്നാ മതിയില്ലേ, ചീത്ത വിളിക്കാതിരുന്നാ മതിയേ. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാലം അങ്ങനാടോ. ഞാൻ എന്റെ അനുഭവം പറയും. ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ഒരു ഭർത്താവിന്റെ ഭാര്യ വിളിക്കുന്ന എടാതി കിടക്കടാ. ഒരു ഭാര്യ തന്റെ ഭർത്താവിനെ വിളിച്ചത് എടാന്ന, അങ്ങനെ വിളിക്കണം, എടാ വാടാ പോടാ വിളി, അല്ലെങ്കിൽ വിളിക്കുക അബൂബക്കറായി പേര് വിളിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പേര് വിളിക്കോ? ഓ മലക്കുകളല്ലേ. ചില പെണ്ണുങ്ങൾ ഭർത്താവിന്റെ പേര് വിളിക്കും. കാരണം അങ്ങനെ ആയി പോയി. കാരണം പ്രേമിച്ച് കിട്ടിയതല്ലേ, ആ വാടാ പോടാന്ന് വിളിച്ചതല്ലേ.
പ്രേമിച്ച് കെട്ടിയതല്ലേ, അപ്പൊ പിന്നെ അങ്ങനെയൊക്കെയല്ലേ വിളിക്കത്തുള്ളൂ. എന്തിലൊക്കെ ആകട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പേര് വിളിക്കരുത് കേട്ടാ, ഭർത്താവിന്റെ പേര് വിളിക്കുന്നത് നല്ലതല്ല. വാപ്പാനെ വിളിക്കുന്നത് എങ്ങനെ? അബൂബക്കർ എന്ന. എന്റെ പേര് സിറാജ്, എന്റെ മോൻ എന്നെ സിറാജ് വാപ്പ സിറാജ് വാപ്പ എന്നാണ് വിളിക്കേണ്ടത്, അതോ വാപ്പാന്നാ വിളിക്കേണ്ടത്? എന്താ വിളിക്കണ്ടേ? എന്താണ് വിളിക്കണ്ടേ? നീ ഉമ്മാനെ വിളിക്കണേ ഖദീജ ഉമ്മാന? പള്ളിയിൽ അത്യാവശ്യം നാസർ ഉസ്താദിനെ കാണുമ്പോ ഉസ്താദ് എന്ന് വിളിക്കണം, നാസർ ഉസ്താദ് നാസർ ഉസ്താദ് എന്ന് വിളിക്കണം. എന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? എന്താണ് റിയാസ? ഉസ്താദിനെ വിളിക്കണേ എങ്ങനെയാ? ഉസ്താദ് എന്ന് വിളിക്കണോ, ഉസ്താദിന്റെ പേര് വിളിക്കണം? ഉസ്താദ് അപ്പം ഉണ്ടല്ലേ? എങ്ങനെയാ താമാരെ വിളിക്കണ്ട? ഉസ്താദിനെ ഉസ്താദിന്റെ പേരെ വിളിക്കണ്ട. വാപ്പ, ഉമ്മ, ഗുരുനാഥൻ, ഭർത്താവ്, വയസ്സിന് മൂത്തവര്, അവർക്കൊക്കെ ഒരു യോഗ്യതയുണ്ട്. ആ യോഗ്യത കൊടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏയ് വിളിക്കാറില്ലേ പെണ്ണുങ്ങളില്ലേ? ഏയ് എന്താ വിളിക്കാ? ഇതേ അതെ ഇതേന്ന് വിളിക്കണ ഭർത്താവിനെ. അപ്പൊ അതേന്ന് വിളിക്കണത് ഭാര്യ. എന്തായാലും വിളി. കുടുംബജീവിതമൊക്കെ ഒരു പരുവത്തില്ല. അള്ളാഹു എല്ലാത്തിനെയും നന്നാക്കി തരുമാറാകട്ടെ. ആമിയും പറട ചങ്ങായി. നിനക്കറിയാത്തോണ്ടാ നീ ചിരിക്കൊണ്ടിരിക്കണം. ആമിയും അറിയാത്ത, നിനക്കറിയാത്ത കൊണ്ട് ആമിയും പറയാത്ത. ഓള് നന്നായില്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ഭർത്താവ് എത്ര കൊലകൊമ്പനാന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പള്ളിയിലെ ഖത്തീബാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? സിറാജ് വഴുത് പറയണ ഉസ്താദ, സിറാജിന്റെ പെണ്ണുമ്പിള്ള ശരിയല്ലെങ്കിൽ വഴുത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഭാര്യ നല്ലവളല്ലെങ്കിൽ നീ എത്ര വലിയ നല്ലവനാണെങ്കിലും കാര്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ നല്ലവനാ, നമ്മുടെ ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കള് തലതിരിഞ്ഞു പോകും. മക്കള് പറഞ്ഞാതി മക്കള് തലതിരിഞ്ഞ് തെളിവ് വേണോ? 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ചങ്ങായി ഒരു നബിയുടെ പേരാ പറഞ്ഞ, കൂട്ടുകാരൻ നൂഹിന്റെ പേരല്ല. മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലാഹയെ കുറിച്ച് പറഞ്ഞ നബി. ഈ നൂഹ് നബിയുടെ ഭാര്യ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. ഏറ്റവും കൂടുതൽ കാലം അല്ലാഹയെ കുറിച്ച് പറഞ്ഞ നബിയുടെ ഭാര്യ മുസ്ലിമായോ? പറകാക്ക മുസ്ലിമായോ? ഇല്ല. ഈ നൂഹ് നബിയുടെ മകൻ വെള്ളത്തിന്റെ അകത്ത് മുങ്ങുക, ചാകാൻ വേണ്ടി. വെള്ളക്കടലിൽ തൂഫാൻ, വെള്ളത്തിന്റെ അകത്ത് ഇങ്ങനെ മുങ്ങുക. അപ്പൊ വാപ്പ കപ്പൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, എടാ യാ പുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നുമോനെ, ഇത് സാധാരണ വെള്ളപ്പൊക്കോ മഴയല്ലടാ, അല്ലാടെ അതാവാടാ. മര്യാദയ്ക്ക് വാപ്പ പറയണ കേക്ക് കപ്പലിൽ കയറി രക്ഷപ്പെടാ. നൂഹ് നബി തന്റെ മകനോട് പറയാ, എടാ വാപ്പ പറയാ, ഇത് അള്ളാന്റെ അദാബാ മോനെ, നീ ഇന്ന് എത്ര നോക്കിയാലും രക്ഷപ്പെടത്തില്ല. ഉപ്പാടെ കപ്പലിൽ കയറടാ പൊന്നുമോനെ. വാപ്പാടെ പണി നോക്കിക്കോ, ഞാൻ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടുമെന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ നബിയുടെ മുമ്പിൽ കടന്ന് തന്റെ മകൻ മരിച്ചടോ. ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. ഭാര്യ അള്ളാഹുവിനെ വിശ്വാസം ഇല്ലായിരുന്നു, മക്കളും വഴിപിഴച്ചു പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രവാചകനാ, ഭാര്യ അള്ളാഹുവിനെ വിശ്വാസമില്ലാത്തവളായി പോയി, മക്കള് തലതിരിഞ്ഞു പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നീ രാവിലെ ജോലിക്ക് പോകുമ്പോ നിന്റെ മക്കൾ ആരെ ഏൽപ്പിച്ചിട്ടാ പോണേ? ആരെ ഏൽപ്പിച്ചിട്ടാ പോണേ? പറയട ചങ്ങായിമാരെ, ആരെ ഏൽപ്പിച്ചിട്ടാ പോന്നെ? എന്റെ പെണ്ണുമ്പിള്ള എടുത്ത് അവള് മൊബൈൽ എടുത്ത് മോളിലെടുത്ത് കൊടുത്തിട്ട് പറയും, റീൽസ് എടുക്ക്, ഞാൻ ആടാ. നല്ലവളല്ലെങ്കിലോ മൊബൈൽ എടുത്തിട്ട് ഉമ്മ മോളുടെ കൈ കൊടുത്തിട്ട് പറയും, നീ റീൽസ് എടുക്കണം. അല്ലാഹ് റഹ്മാനായ റബ്ബേ, ഉമ്മയുടെ ഡാൻസ് അങ്ങോട്ട് പിടിക്കും മോള്. അത് കഴിഞ്ഞിട്ട് മകള് പറയും, ഇനി ഉമ്മ പിടിക്കും, ഞാൻ ആടാം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് രണ്ടുപേരും കൂടെ ഷെയർ ചെയ്യാൻ ലയിക്കുന്നുണ്ട്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയ? ആമിന അടുത്ത്. നമ്മൾ ജോലിക്ക് പോകുമ്പോ നമ്മുടെ ഭാര്യ ആരെയും ഏൽപ്പിക്കട്ടെ? നമ്മുടെ ഭാര്യയുടെ കയ്യിൽ. ഓള് നല്ലവളല്ലെങ്കിൽ മക്കള് തലതിരിഞ്ഞു പോകും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ഒറ്റ കാര്യം ചോദിക്കട്ടെ, വാപ്പായ്ക്ക് മക്കള് വന്നിട്ട് ചോദിക്കും, ഉമ്മ ഞാൻ അവിടെ വരെ പൊക്കോട്ടെ, നീ പോയിട്ട് വാപ്പാനോട് ചോദിക്കണ്ടേ? വാപ്പാനോട് ചോദിക്കണ്ട, നീ പൊക്കോടാ.
വാപ്പാനോടും ചോദിക്കണം, നീ നിന്റെ കാര്യം നോക്ക്, കള്ളം പറയാൻ തുടങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. എന്റെ പൊന്നാന സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, രാവിലെ ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ഭാര്യ പറയുകയാ, ഹറാമായ പൈസയോ ഭക്ഷണമോ ഈ വീട്ടിൽ കൊണ്ടുവരരുത്, എനിക്ക് സ്വർഗമാ വേണ്ടത്, ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടാകണം, എനിക്ക് രക്ഷപ്പെടണം, അല്ലാഹുവിന്റെ മുമ്പിൽ എന്റെ അമലുകൾ സ്വീകരിക്കണം, വേണ്ട കൊണ്ടുവരാൻ പാടില്ല എന്നൊരു പെണ്ണ് ഓർമ്മപ്പെടുത്തിയ അവർക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ, ദുനിയാവ് വേണ്ടടാ, വലിച്ചെറിയടാ മോനെ. സമ്പത്തിനോട് എന്തിനാ ആർത്തി? എന്തിനാണ് മക്കളെ? സമ്പത്തിനോട് ആർത്തിയില്ല, അധികാരത്തോട് ആർത്തിയില്ല, കൊട്ടാരങ്ങളോട് ആർത്തിയില്ല, എല്ലാം വലിച്ചെറി മക്കള്. നിനക്ക് വേണ്ടതൊക്കെ അല്ലാഹു തരുമടോ. എന്റെ പ്രിയപ്പെട്ട യുവതലമുറ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ്, പഠിച്ചവനെ ഉസ്താദേ പൈസയില്ലാതെ ജീവിക്കാൻ പറ്റൂല. ഇന്നെല്ലാവരും വല്ലാത്ത പറയുന്ന വാക്കാണ്, പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. പഠിച്ചവനെ എല്ലാവരും ഏത് വഴിയിലൂടെയും സമ്പാദ്യമുണ്ടാക്കുകയാണ്. എടാ, കള്ളിന് ലഹരിയുണ്ട്, കഞ്ചാവിന് ലഹരിയുണ്ട്, ഇതുപോലെ സമ്പത്തിനും ലഹരിയുണ്ടെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാ, എന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസം പ്രായമായപ്പോ ഒരു മലക്ക് വന്നിട്ട് എഴുതി വെച്ചു, സിറാജ്, മരിക്കുന്ന ദിവസം വരെ തിന്നുന്ന ഭക്ഷണത്തിന്റെ മുകളിൽ എന്റെ പേര് അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാ. ഞാൻ തിന്നുന്ന ഭക്ഷണം നിങ്ങൾ ഒരാളും തിന്നാറില്ല, നിങ്ങൾ എഴുതിയ ഭക്ഷണം ഞാനും കഴിക്കാറില്ല. അവനവന്റെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹു എഴുതി വെച്ചിരിക്കുകയാണ്. അത് നടക്കേണ്ടതുപോലെ നടക്കും ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാ, എല്ലാവരും പറയുന്നത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറയുമില്ലടാ ചെറുപ്പക്കാരാ, ജീവിക്കണമെങ്കിൽ പണം വേണ്ട പൊന്നുമോനെ, ജീവിക്കണമെങ്കിൽ പണം വേണമെന്ന് ആരാ പറഞ്ഞത്? ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നീ എന്തിനാ കഷ്ടപ്പെടുന്നത്? നീ എന്തിനാ ജോലി ചെയ്യുന്നത്? കടലിൽ പോയി മീൻ പിടിക്കുന്നവരുണ്ടല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. എന്തിനാ സഹോദരാ നീ കഷ്ടപ്പെടുന്നത്? നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും ഭക്ഷണം കൊടുക്കാനല്ലേ? നിന്റെ ഭാര്യക്കും നിന്റെ മക്കൾക്കും ഭക്ഷണം കൊടുക്കണം. ഒരാളുടെ മുമ്പിലും കൈനീട്ടരുത്, ഭക്ഷണത്തിന് വേണ്ടി ഒരാളുടെ മുമ്പിലും കൈനീട്ടരുത്. അല്ലാഹുവേ, അങ്ങനെ ഒരവസ്ഥ വരുത്തല്ലേ അല്ലാ. എല്ലാരും പറയുന്നത് പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുമെന്നാ. ഞാൻ പറയുന്നത് വേണ്ടെന്നാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.